അടുത്തതായി സ്വാഗതം ആശംസിക്കുന്നതിനായി സംഘടനയുടെ സംസ്ഥാന ട്രഷററും ഈ കൺവെൻഷന്റെ സ്വാഗത സംഘം ജനറൽ കൺവീനറുമായിട്ടുള്ള ശ്രീ ബിനു ശിവദാസനെ ക്ഷണിക്കുന്നു. യോഗത്തിൻ്റെ ഏറെ ബഹുമാന്യനായ അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട MLA ശ്രീ ആൻ്റണി രാജു അവറുകൾ, ഇതിലുള്ള കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പ്രവീൺ മോഹൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ PP സുരേഷ്, സംസ്ഥാന സെക്രട്ടറിമാരായ ശ്രീ CBPS, ശ്രീ നിസാർ കോയപ്പറമ്പിൽ, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ശ്രീ VS ജ്യോതികുമാർ, ശ്രീ രാജ്മോഹൻ മാമ്പറ, KCCLൻ്റെ ചെയർമാൻ ശ്രീ K ഗോവിന്ദൻ, മാനേജിംഗ് ഡയറക്ടർ ശ്രീ സുരേഷ് കുമാർ, സിഡ്കോയുടെ പ്രസിഡന്റ് ശ്രീ K വിജയകൃഷ്ണൻ, കേരള വിഷൻ ന്യൂസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ പ്രജേഷ് അച്ചാണ്ടി, മറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ശ്രീ M മൻസൂർ, ശ്രീ KB ബിജുകുമാർ, ശ്രീ രജനീഷ് PS അടക്കമുള്ള മറ്റ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, 14 ജില്ലകളിൽ നിന്നായിട്ട് എത്തിയിട്ടുള്ള പ്രിയ സഹപ്രവർത്തകരായിട്ടുള്ള ഡെലിഗേറ്റ്സ്, പ്രതിനിധികളായിട്ടുള്ള സഹപ്രവർത്തകർ, മാധ്യമ സുഹൃത്തുക്കളടക്കമുള്ളവർ, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന കൺവെൻഷനാണ് ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് തുടക്കം കുറിച്ചിരിക്കുന്നത്. നമുക്കറിയാം, രാജ്യത്തെ മാധ്യമ മേഖല, ആ മാധ്യമ മേഖലയിലേക്ക് വൻകിട കോർപ്പറേറ്റുകളുടെ കടന്നുവരവ്, ആ മാധ്യമങ്ങളുടെ ശരിയായ പ്രവർത്തനത്തെയും മാധ്യമങ്ങൾക്ക് ആ രാജ്യത്തെ ജനതയോടുള്ള കടമ നിറവേറ്റുന്നതിലും ഒരുപാട് പ്രശ്നങ്ങളെ തരണം ചെയ്യേണ്ടതായി വരുന്നൊരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. സമസ്ത മേഖലയിലേക്കുമുള്ള വൻകിട കോർപ്പറേറ്റുകളുടെ കടന്നുകയറ്റം അത് സാധാരണക്കാരൻ്റെ ജീവിതമാർഗത്തെ ആകമാനം ബാധിക്കുന്നു എന്നതിൽ നിന്ന് വ്യത്യസ്തമായി മാധ്യമ മേഖലയിൽ വൻകിട കോർപ്പറേറ്റുകളുടെ കൈകടത്തലുകൾ അതൊരു രാജ്യത്തെ ആകെ ബാധിക്കുന്ന ഒരു തരത്തിലേക്ക് മാറ്റപ്പെടും. അത് നമ്മുടെ രാജ്യത്തെന്നുള്ളത് മാത്രമല്ല, ലോകരാജ്യങ്ങളിൽ അത് പ്രകടമാണ് എന്നുള്ളതാണ്. അത് വളരെയേറെ നാളായി ലോകരാജ്യങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നതും അത്തരം വൻകിട കോർപ്പറേറ്റുകളുടെ കടന്നുവരവ് കൊണ്ട് മാധ്യമ മേഖല അല്ലെങ്കിൽ ഒരു മാധ്യമത്തെ ഉപയോഗിച്ച് വലിയ തരത്തിൽ ഒരു രാജ്യത്തെ ഏറ്റവും സ്വീകാര്യനായ വ്യക്തിയെ പോലും ആ രാജ്യത്തിന് ഏറ്റവും അനഭിമതനാകുന്ന തരത്തിലേക്ക് മാറ്റപ്പെടുത്താൻ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞു അല്ലെങ്കിൽ കഴിയും എന്ന് തെളിയിച്ച സംഭവങ്ങൾക്കും ഞാനും നിങ്ങളുമൊക്കെ സാക്ഷിയായിട്ടുണ്ട്. അത് സ്വാഭാവികമായും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു നയത്തിൻ്റെ അല്ലെങ്കിൽ അതാത് രാജ്യങ്ങൾക്കിടയിലുള്ള ഒരു നയത്തിൻ്റെ ഭാഗമായി കടന്നു വരുന്നത് തന്നെയാണ്. അത് ഏതെങ്കിലും ഒരു മാധ്യമങ്ങളുടെ കുറ്റമോ ഒരു മാനേജ്മെൻറ്റിൻ്റെ കുറ്റമായിട്ടോ ഒന്നുമല്ല നമ്മൾ പറയുന്നത്. പക്ഷെ അവിടെ നിന്നും അതിൻ്റെ മാധ്യമധർമ്മത്തിൽ നിന്നും വ്യതിചലിച്ചു പോകുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിഞ്ഞത് പലപ്പോഴും, ഒറ്റപ്പെട്ട മാധ്യമങ്ങളിലെങ്കിലും കാണാൻ കഴിഞ്ഞത് പലപ്പോഴും, മറ്റു മേഖലകളിലേക്ക് എന്നതുപോലെ മാധ്യമ മേഖലയിലേക്കുള്ള വൻകിട കോർപ്പറേറ്റുകളുടെ വലിയ മൂലധന ശക്തികളുടെ കടന്നുവരവ്, വലിയ മൂലധന ശക്തികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ആ മാധ്യമത്തിൽ വന്നതിന് ശേഷമാണ്.
അപ്പം മാധ്യമ മേഖല കച്ചവടവൽക്കരിക്കപ്പെട്ടു എന്നാണ് എന്നെ പറയുക. അപ്പൊ അതിനെ വളരെ നിസ്സാരമായി മാധ്യമ മേഖല കച്ചവടവൽക്കരിക്കപ്പെട്ടു എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് മാധ്യമ മേഖലയിലേക്കുള്ള വൻകിട കോർപ്പറേറ്റുകളുടെ ഇൻവെസ്റ്റ്മെന്റ് ലാഭത്തിനപ്പുറത്തേക്ക് ഒരു രാജ്യത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിലേക്ക്, ഒരു രാജ്യത്തിന്റെ ഒരു ജനതയെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു തരത്തിലേക്ക്, ഒരു രാജ്യത്തിന്റെ ഭരണ സംവിധാനങ്ങളെ അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കാൻ കഴിയുന്ന തലത്തിലേക്കൊക്കെ മാധ്യമങ്ങൾ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ പല രാജ്യങ്ങളിലും വളർന്നിട്ടുണ്ട്. ആ വൻകിട കോർപ്പറേറ്റുകളുടെ കടന്നുവരവ് മാധ്യമ മേഖലയിലേക്ക് വരുമ്പോൾ ഇതാണ് യാഥാർത്ഥ്യമെങ്കിൽ, മറുവശത്ത് വൻകിട കോർപ്പറേറ്റുകൾ കടന്നു വന്നിട്ടുള്ള ചെറുകിട കച്ചവട മേഖലകളെ ആകെ ബാധിച്ചിട്ടുണ്ട്. ചെറുകിട കച്ചവട മേഖലകൾ നമുക്കറിയാം. നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ഒരു വലിയ ഹൈപ്പർ മാർക്കറ്റ്, ആ ഹൈപ്പർ മാർക്കറ്റിന് ചുറ്റുമുള്ള ഏതാണ്ട് 1500ഓളം വരുന്ന ചെറുകിട കച്ചവടക്കാരുടെ ജീവിതമാർഗം നഷ്ടപ്പെടുന്നു എന്ന കണക്ക്. ചില ജില്ലകളിൽ ഒറ്റപ്പെട്ട സംഭവങ്ങളായിരുന്നുവെങ്കിൽ ഇന്ന് ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോലും അത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള കമ്പനികൾ കടന്നു വരുന്നൊരു കാഴ്ച ഇപ്പം നമ്മളെ സംബന്ധിച്ചുണ്ട്. അവിടെയാണ് മാധ്യമ മേഖലയിലേക്ക് കടന്നു വന്ന ഒരു മാധ്യമങ്ങളെ കൈയടക്കി വെച്ചതിന് ശേഷം മാധ്യമങ്ങളുടെ വിതരണ ശൃംഖലകളിലേക്ക്, സിഗ്നൽ വിതരണ സംവിധാനത്തിലേക്ക് കൂടി ഇത്തരത്തിലുള്ള കമ്പനികൾ കടന്നു വരാൻ തുടങ്ങി. അത് ഏറ്റവും അപകടകരമാകുന്ന ഒരവസ്ഥയിൽ ഇന്ന് ഒരു മാധ്യമത്തിന്, അതേതുമായിക്കോട്ടെ, ആ മാധ്യമത്തെ സംബന്ധിച്ചിടത്തോളം ആ മാധ്യമത്തിന് എന്തു പറയണം, ഏതു പക്ഷം ചേരണം, അല്ലെങ്കിൽ എന്താണ് അവർ മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ്, അവരുടെ ആദർശം എന്താണ്, അത് അവർക്ക് തീരുമാനിക്കാൻ കഴിയും. പക്ഷേ വിതരണ സംവിധാനങ്ങൾ ഇത്തരത്തിലുള്ള വൻകിട കോർപ്പറേറ്റുകൾ കൈയടക്കിയാൽ മാധ്യമങ്ങൾക്ക് പറയാനേ കഴിയൂ. അത് കാണണമെങ്കിൽ, അത് പ്രേക്ഷകന്റെ മുമ്പിൽ എത്തണമെങ്കിൽ, അതിന്റെ ശരിയും തെറ്റും പ്രേക്ഷകന് നിർണ്ണയിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ആ മാധ്യമത്തെ അറിയണമെങ്കിൽ, കാണണമെങ്കിൽ, കേൾക്കണമെങ്കിൽ ഈ വൻകിട കോർപ്പറേറ്റുകൾ തീരുമാനിക്കുന്ന ഒരു അവസ്ഥ കൂടി വന്നാൽ അത് രാജ്യം നേരിടാൻ പോകുന്ന ഏറ്റവും ദുരന്തപരമായി, ഏറ്റവും വലിയ ഒരു ഭീഷണിയാണ്. അവിടെയാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അതിന്റെ നിയന്ത്രണത്തിലുള്ള കേരള വിഷൻ എന്ന് പറയുന്ന ഒരു ചാനൽ ഈ സമൂഹത്തിന് മുന്നിലേക്ക് വെച്ചത്. ആ ചാനലിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പക്ഷപാതത്തോടു കൂടിയല്ല പ്രവർത്തിക്കുന്നത്. ആ ചാനലിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഏതാണ്ട് ഒരു 1/4 നൂറ്റാണ്ടായി ഈ മേഖലയിൽ നിൽക്കുന്ന, 1/4 നൂറ്റാണ്ടിലേറെയായി ഈ മേഖലയിൽ നിൽക്കുന്ന ഓരോ ചെറിയ വ്യവസായിക്കും ആ നാട്ടിലെ അവൻ്റെ ഉപഭോക്താക്കളോട്, ആ നാട്ടിലെ അവൻ്റെ വളരെ ചുരുങ്ങിയ ഒരു മേഖലയിലോട്, അവൻ്റെ നാടിനോടുള്ള പ്രതിബദ്ധത മാത്രമാണുള്ളത്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശയം, ആദർശം, മതം, മറ്റ് സംസ്കാരം, രാജ്യ താല്പര്യം സംരക്ഷിക്കേണ്ടതായ ഒരു ബാധ്യത കേരളത്തിലെ കേരള വിഷനിനോടൊപ്പം നിൽക്കുന്ന ഒരു പ്രാദേശിക മാധ്യമ പ്രവർത്തകനും ഇല്ല എന്നുള്ളതാണ് മറ്റു മാധ്യമങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ വൻകിട കോർപ്പറേറ്റുകൾ മുന്നോട്ട് വെക്കുന്ന ആശയത്തിൽ നിന്ന് വ്യത്യസ്തമായി കേരള വിഷനെ കേരളം ഏറ്റെടുക്കാൻ കാരണം. വലിയ താല്പര്യങ്ങളോടുകൂടി ഈ മേഖല കൈയടക്കാൻ വന്നിട്ടുള്ള വൻകിട കോർപ്പറേറ്റുകൾ, ആ വൻകിട കോർപ്പറേറ്റുകൾ മുന്നോട്ട് വെക്കുന്ന അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ഔദാര്യങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട്, പ്രത്യേകിച്ച് ലാഭങ്ങൾ വേണ്ട എന്ന് വെച്ചിട്ട് കേരളത്തിലെ 30 ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങൾ കേരള വിഷനിൽ വിശ്വാസമർപ്പിച്ച് നിൽക്കുന്നതിന്റെ കാരണം കഴിഞ്ഞ 1/4 നൂറ്റാണ്ടിലധികമായി ഈ മേഖല, അല്ലെങ്കിൽ ഈ വ്യവസായത്തിന് നേതൃത്വം കൊടുക്കുന്ന ഈ സംഘടന എന്താണെന്ന ബോധ്യം ഈ പൊതുജനത്തിനുള്ളു എന്നുള്ളതുകൊണ്ടാണ്. നമ്മുടെ ഉദ്ഘാടകൻ ബഹുമാന്യനായ നിയമസഭാ സ്പീക്കർ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തില് ഈ മാധ്യമ മേഖലകളിലേക്കുള്ള കടന്നുവരവ് ഒരു ബദൽ സംവിധാനമായി കേരള വിഷൻ മുന്നോട്ട് വെക്കുമ്പോൾ ഇന്ന് രാജ്യത്ത് ഡിജിറ്റൽ കണക്ടിവിറ്റിയുടെ ഭാഗമായി കേരളത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന, ഡിജിറ്റൽ 30 ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങൾക്ക് ഡിജിറ്റൽ സിഗ്നൽ വിതരണം ചെയ്യുന്ന കേരള വിഷൻ ഇന്ന് കേരളത്തിൽ 1ാം സ്ഥാനത്തും 12 ലക്ഷത്തിലധികം ഇന്റർനെറ്റ് വിതരണം ചെയ്യുന്ന കേരള വിഷൻ രാജ്യത്ത് 5ാം സ്ഥാനത്തുമാണ്.
കേരള വിഷൻ 5ാം സ്ഥാനത്തെന്ന് പറയുമ്പോൾ ആദ്യത്തെ 4 സ്ഥാനത്ത് നിൽക്കുന്നത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള വൻകിട കോർപ്പറേറ്റ് ശക്തികളാണ്. അവരോട് മത്സരിച്ചിട്ടാണ്, അവർ മുന്നോട്ട് വെക്കുന്ന സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ടാണ് കേരള വിഷൻ ഈ രീതിയിലേക്ക് നിൽക്കുന്നത്. ഇന്ന് നമുക്കറിയാം, നമ്മൾ കേരളത്തിൽ ജനിച്ചു എന്നുള്ളതും കേരളത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു മഹാഭാഗ്യമായി കരുതുന്നവരാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം. എല്ലാ അർത്ഥത്തിലും നമ്മുടെ രാജ്യമാണ്, നമ്മൾ ദേശസ്നേഹമുള്ളവരാണെന്നൊക്കെ പറയുമ്പോൾ തന്നെ കേരളത്തിൽ ജനിച്ചു എന്ന് പറയുന്നതിനകത്ത് അഭിമാനം കൊള്ളുന്നവരാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. എല്ലാ അർത്ഥത്തിലും കേരളം എല്ലാ അർത്ഥത്തിലും മുന്നിലാണ് ഇപ്പോൾ. അതേതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയമല്ല. കാലങ്ങളായി നമ്മളുടെ ഭരണകർത്താക്കളുടെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് നമ്മുടെ നാട് വളർന്നിട്ടുണ്ട്. അത് വിദ്യാഭ്യാസ മേഖലയിൽ വളർന്നിട്ടുണ്ട്, ആരോഗ്യ മേഖലയിൽ വളർന്നിട്ടുണ്ട്, IT മേഖലയിൽ വളരെ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തുന്നുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യയിൽ എടുക്കുമ്പോൾ ഈ മേഖലകളിലൊക്കെ 1ാം സ്ഥാനത്തേക്ക് ഈ കേരളം എത്തിയിട്ടുണ്ട്. വ്യത്യസ്ത രീതികൾ, ആരോഗ്യ മേഖലകളിൽ, വിദ്യാഭ്യാസ മേഖലകളിൽ, മറ്റ് മേഖലകളിലൊക്കെ, ഗ്രാമീണ മേഖലകളിലെ തൊഴിൽ മേഖലകളിലൊക്കെ വന്നിട്ടുണ്ട്. മതസൗഹാർദ്ദത്തിൻ്റെ പേരിൽ വന്നിട്ടുണ്ട്. അവിടെയൊക്കെ ഗവൺമെന്റിന് ഒരു നിർണായകമായ പങ്കുണ്ട്, ഗവൺമെന്റിന്റെ സഹായങ്ങളുണ്ട്, ഗവൺമെന്റിന്റെ പിന്തുണകളുണ്ട്. പക്ഷേ കഴിഞ്ഞ 4 വർഷമായി രാജ്യത്തെ വൻകിട കോർപ്പറേറ്റ് കമ്പനികളോട് മത്സരിച്ച് 5ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരള വിഷൻ ഈ കൊച്ചു കേരളത്തെ 1ാം സ്ഥാനത്തേക്ക് രാജ്യത്ത് ഉയർത്തി നിർത്തുന്നതിൻ്റെ പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സഹായം നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഏറെ വിഷമത്തോടെ ഇല്ല എന്ന് പറയേണ്ടി വരും. നമുക്കത് കിട്ടുന്നില്ല. ഈ നാട്ടിലേക്ക് കടന്നു വരുന്ന വൻകിട കോർപ്പറേറ്റുകൾക്ക് വലിയ തരത്തിലുള്ള സ്വീകാര്യത മറ്റു തലങ്ങളിലൊക്കെ കിട്ടുമ്പോൾ ഈ കൊച്ചു കേരളത്തിൽ നിന്നുകൊണ്ട് മാത്രം വലിയ കമ്പനികളോട്, വലിയ കോർപ്പറേറ്റുകളോട് മത്സരിച്ച് രാജ്യത്തെ ഈ ഇൻഡസ്ട്രിക്ക് എന്ന് മാത്രമല്ല ചെറുകിട കച്ചവട മേഖലകൾക്ക് ആകമാനം ഊർജം കൊടുത്ത് മുന്നോട്ട് നയിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, പരമ്പരാഗത കച്ചവട മേഖലകൾ ഉൾപ്പെടെ, നാട്ടിലെ ചെറിയ കച്ചവട മേഖലകൾ ഉൾപ്പെടെ വൻകിട കോർപ്പറേറ്റുകളുടെ കടന്നുവരവോടുകൂടി അവരുടെ ജീവിതമാർഗം നഷ്ടപ്പെട്ട് അവർക്ക് മുന്നിൽ പതറി അവരുടെ ജീവിതമാർഗം വിട്ടെറിഞ്ഞു പോകുന്ന ഒരു സാഹചര്യത്തിൽ ഈ കോർപ്പറേറ്റ് കമ്പനികൾക്ക് മുമ്പിൽ കേരളത്തിൽ 5000 വരുന്ന ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാർ അതിനെ അതിജീവിച്ചു, അവരുടെ പ്രതിസന്ധികളെ തരണം ചെയ്തു, രാജ്യത്തിന് മാതൃകയാകുന്ന രീതിയിൽ ഉയർന്നു നിൽക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ഏറെ സ്വീകാര്യമായ ഒരു കാര്യമാണ്. അതിനാവശ്യമായി ഇനിയും ഈ മേഖലയിൽ ഞങ്ങൾ നിലനിൽക്കേണ്ടത് ഈ നാടിൻ്റെ ആവശ്യമാണ്. ഈ നാടിൻ്റെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തേക്കുള്ള വൻകിട കോർപ്പറേറ്റുകളുടെ കൈകടത്തലിന് ഒരു ബദൽ സംവിധാനമായി കേരള വിഷൻ നിലനിൽക്കേണ്ടത് നമ്മുടെ ഈ നാടിൻ്റെ ആവശ്യമാണെന്ന പൂർണ്ണ ബോധ്യത്തോടുകൂടി സർക്കാരിൻ്റെയും മറ്റു ജനപ്രതിനിധികളുടെയും മറ്റ് രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തുള്ളവരുടെയും ഒക്കെ അകമഴിഞ്ഞ പിന്തുണ, സഹായം കേരള വിഷൻ ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഈ കൺവെൻഷൻ്റെ അധ്യക്ഷനായിട്ടുള്ളത് ബഹുമാനപ്പെട്ട MLA-യും ഈ സംഘാടക സമിതിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീ ആന്റണി രാജു MLA അവർകളാണ്. അദ്ദേഹത്തെ ഏറെ ആദരവോടുകൂടി ഈ സംഘടനയ്ക്ക് വേണ്ടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മുടെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് ഏറെ ബഹുമാന്യനായ നിയമസഭാ സ്പീക്കർ, കേരള വിഷനെയും കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും ഒരു മുഖവുരയില്ലാതെ ഏറെ നല്ല രീതിയിൽ അറിയാവുന്ന, അടുത്തറിയാവുന്ന, നമ്മളെ നല്ല ബോധ്യമുള്ള ഒരു അംഗം കൂടിയാണ്. അദ്ദേഹത്തെ ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ ശ്രീ AN ഷംസീർ അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഏറെ ആദരവോടുകൂടി സംഘടനയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ പ്രവീൺ മോഹൻ, നമുക്ക് ഒരുപക്ഷെ ഈ വേദിയിൽ അങ്ങനെ ഒരു മുഖപുരയും മറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ സംബന്ധിച്ചില്ല. കേരളത്തിലെ കേബിൾ TV ഇൻഡസ്ട്രി എന്ന് മാത്രമല്ല വ്യത്യസ്ത തലങ്ങളിലേക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇനി മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയൊരു ആശയം എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ സ്റ്റോറാണ്. കൺസ്യൂമർ സ്റ്റോർ എന്ന് പറഞ്ഞാൽ വൻകിട കോർപ്പറേറ്റുകളുടെ കടന്നുവരവ് കൊണ്ട് ചെറുകിട കച്ചവട മേഖലയിലെ സാധാരണക്കാരൻ്റെ ജീവിതമാർഗം നഷ്ടപ്പെടുന്നതിനെ തരണം ചെയ്യുവാൻ, അവരെ കൂട്ടിയോജിപ്പിക്കുവാൻ, അവരെ നമ്മുടെ കൂടെ നിർത്തുവാൻ, അവർക്ക് ആ ജീവിതമാർഗം നഷ്ടപ്പെടാതിരിക്കുവാനുള്ള മാർഗം തെളിയിച്ചു കൊടുക്കാൻ ഈ സംഘടന എടുക്കുന്ന ഒരു പദ്ധതി കൂടിയാണ്. അത്തരം വളരെ വിശാലമായ പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനയുടെ ഏറ്റവും ശക്തനായ ഒരു അധ്യക്ഷൻ തന്നെയാണ്, സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ് പ്രവീൺ മോഹൻ എന്ന കാര്യത്തിൽ തർക്കമില്ല. ഏറെ ആദരവോടുകൂടി അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംഘടനയുടെ ജനറൽ സെക്രട്ടറി, കഴിഞ്ഞ 1 വർഷമായി സംഘടനയെ ശക്തമായി നയിച്ചുകൊണ്ടിരിക്കുന്ന ജനറൽ സെക്രട്ടറി ശ്രീ
പി ബി സുരേഷ് അവരുടെ ഈ യോഗത്തിലേക്ക് ഏറെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ സിബി പി എസ് അദ്ദേഹത്തെ യോഗത്തിലേക്ക് ഏറെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. സംഘടനയുടെ സെക്രട്ടറി ശ്രീ നിസാർ കോയാപ്രമ്പിൽ അദ്ദേഹത്തെ യോഗത്തിലേക്ക് ഏറെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ജ്യോതികുമാർ വി എസ് ഈ യോഗത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ രാജ്മോഹൻ മാമ്പറ അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഏറെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. KCCL-ന്റെ കേരള വിഷന്റെ ചെയർമാൻ സംഘടനയുടെ മുതിർന്ന അംഗം കൂടിയായിട്ടുള്ള ശ്രീ കെ ഗോവിന്ദൻ അവരുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംഘടനയുടെയും കമ്പനിയുടെയും വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുകയും നമ്മുടെ മുതിർന്ന അംഗവും വളരെ ശക്തമായ നിലപാടുകളെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു അംഗം കൂടിയാണ് ശ്രീ അബൂബക്കർ സിദ്ദീഖ്. അദ്ദേഹത്തെ യോഗത്തിലേക്ക് ഏറെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. സംഘടനയുടെ വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ച് ഇന്ന് നമ്മുടെ സൊസൈറ്റിയുടെ പ്രസിഡന്റായിട്ട് കൂടി പ്രവർത്തിക്കുന്ന ഏറെ മുതിർന്ന അംഗം കൂടിയായിട്ടുള്ള ശ്രീ കെ വിജയകൃഷ്ണൻ അവരുടെ ഏറെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. സംഘടനയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ശ്രീ M മൻസൂർ അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഏറെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ശ്രീ രജനീഷ് PS അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ശ്രീ ബിജുകുമാർ KB അദ്ദേഹത്തെ യോഗത്തിലേക്ക് ഏറെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ KCCL-ന്റെ കേരള വിഷന്റെ മാനേജിംഗ് ഡയറക്ടർ സംഘടനയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കൂടിയാണ്. കേരള വിഷൻ നമുക്കറിയാം, ഒറ്റ വാക്കിൽ കേരളത്തിൽ കേരള വിഷൻ നമുക്ക് മലയാളിയെ സംബന്ധിച്ചിടത്തോളം കേബിൾ TV കാർ എന്നൊരു വാചകമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. കേബിൾ TV കാർ, അയാളുടെ പേരറിയില്ല, അയാളുടെ നെറ്റ്വർക്കിന്റെ പേരറിയില്ല. ഒറ്റ വാക്കിൽ കേബിളുകാരെന്നോ കേബിൾ TV കാരെന്നോ ഉപയോഗിച്ചിരുന്ന മലയാളി എന്ന് ഒറ്റ പേരിലേക്ക് മാറി. അത് കേരള വിഷൻ എന്നാണ്. കേരള വിഷന്റെ ഓപ്പറേറ്റർ എന്ന തലത്തിലേക്ക് കേരളം മാറി എന്നാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് പല തലങ്ങളിലും. കേരളത്തിൽ കേരള വിഷനേക്കാൾ മുന്നിലാണ് മറ്റ് പല ഡിജിറ്റൽ ഇന്റർനെറ്റ് വിതരണക്കാരും എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുന്ന ഒരു സമൂഹം, രാഷ്ട്രീയ പ്രവർത്തകർക്കുൾപ്പെടെ, സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർക്കുൾപ്പെടെ അതുണ്ട്. കേരള വിഷനാണ് കേരളത്തിലെ ഏറ്റവും സ്വീകാര്യമായ ഒരു കമ്പനിയെന്നും ഏറ്റവും ഉയർന്ന കണക്ടിവിറ്റിയുള്ള കമ്പനിയും എന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ട്. അതിനെ നയിക്കുന്ന ശക്തനായ മാനേജിംഗ് ഡയറക്ടറാണ് PB സുരേഷ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ മേഖലാ ഭാരവാഹികൾ, 14 ജില്ലകളിൽ നിന്ന് എത്തിയിട്ടുള്ള പ്രിയ സഹപ്രവർത്തകരായിട്ടുള്ള പ്രതിനിധികൾ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ പരിപാടി തത്സമയവും അല്ലാതെയും ടെലികാസ്റ്റ് ചെയ്യാൻ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ ഓരോ മാധ്യമപ്രവർത്തകരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ കൺവെൻഷൻ വളരെ വിജയകരമായി നടത്തുവാൻ അതിനെ അക്ഷീണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘാടക സമിതിയിലെ മുഴുവൻ അംഗങ്ങളെയും സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷനെ ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.